ഹായ് ഹലോ. അപ്പോൾ നമുക്കിന്ന് ആദരവ് കുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ ഒരു കേക്ക് ഉണ്ടല്ലോ. അപ്പോൾ അവർ റെഫറൻസ് പിക്ക് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. റെഫറൻസ് പിക്കിൽ തന്നിട്ടുണ്ടായിരുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്നുള്ള ഒരു ടോപ്പറും പിന്നെ ഒരു ചെറിയൊരു ഏണി കയറിപ്പോയി വണ്ണിലേക്ക് എത്തുന്ന ആ ഒരു തീം വെച്ചിട്ടുള്ള ഒരു കേക്കായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു ക്രൗണും വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ക്രൗണാണ് ഉണ്ടാക്കുന്നത്. ക്രൗണിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോണ്ടൻറ്റ് മിക്സ് ചെയ്ത് CMC പൗഡർ പിന്നെ കോൺഫ്ലവറും കൂടെ മിക്സ് ചെയ്ത് നമ്മളെടുത്ത് പരത്തി അതിൻ്റെ എഡ്ജൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. എഡ്ജ് കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഒരു സ്റ്റാറിൻ്റെ കട്ടറിൻ്റെ എഡ്ജ് വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്തത്. അതിനുശേഷം നമ്മൾ ഇത് ഒന്ന് ഷേപ്പായിട്ടിരിക്കാൻ വേണ്ടി ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ നമ്മളൊന്ന് കവർ ചെയ്തെടുത്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അത് ഊരിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചെയ്തത് ഒരു വണ്ണെന്നുള്ള ടോപ്പറും പിന്നെ അതിൻ്റെ ഏണിയും ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ലൈറ്റ് യെല്ലോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ ജെൽ കളറില്ലേ, യെല്ലോ കളറിലെ ആ ജെൽ കളർ 1 ഡ്രോപ്പ് ഒഴിച്ചിട്ട് അത് മിക്സ് ചെയ്ത് നമ്മളെടുത്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ ഏണി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തത് നമ്മുടെ പിസ്സ കട്ടറില്ലേ, പിസ്സ കട്ടർ വെച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ കട്ട് ചെയ്തെടുത്തു. അതിൻ്റെ 2 കാലുമാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തത്. അതിന് ശേഷം ആ ഒരു വുഡിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ടൂത്ത് പിക്ക് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ലൈൻസ് ഇങ്ങനെ കൊടുക്കുകയാണ്. അതിൻ്റെ ആ സ്റ്റെപ്പുകളും എല്ലാം കട്ട് ചെയ്ത് അങ്ങനെ ലൈൻസ് എല്ലാം വെച്ച് കൊടുത്തു. അതിന് ശേഷം ഓരോ സ്റ്റെപ്പുകളായിട്ട് വെച്ച് കൊടുത്തു. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഉണ്ടായിരുന്നത് വണ്ണെന്നുള്ള ടോപ്പറായിരുന്നു. വണ്ണെന്നുള്ള ടോപ്പർ പതിവ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ചെയ്തപ്പോൾ എന്തോ ജസ്റ്റ് ഒന്ന് റെഡിയായി വന്നു. അപ്പോൾ അതിൻ്റെ എഡ്ജെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിന് ശേഷം അതിനൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ എഡ്ജിൽ കുറച്ചും കൂടെ ഫോണ്ടൻറ്റ് കട്ട് ചെയ്ത് എഡ്ജ് ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ട് നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അങ്ങനെ നമ്മുടെ വണ്ണെന്നുള്ള ടോപ്പറും റെഡിയായി. പിന്നെ ഉണ്ടായിരുന്ന അതിൻ്റെ അകത്ത് ക്ലൗഡ് കൊടുക്കാനായിരുന്നു. അപ്പോൾ എൻ്റെ മൈൻഡിലുണ്ടായിരുന്ന ഒരു ക്ലൗഡ് എന്ന് പറഞ്ഞാൽ 3 എണ്ണം ഉണ്ടെന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷേ പിന്നീട് പിക്ക് എടുത്ത് നോക്കിയപ്പോഴാണ് ഒരെണ്ണം ഉണ്ടായിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നമുക്ക് അടുത്ത കേക്കിലാണെങ്കിലും സെറ്റ് ചെയ്തെടുക്കാമല്ലോ എന്നോർത്തു. ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.